ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അധികം ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഒരു നോട്ട് പാഡ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് A4s എടുത്തിട്ടുണ്ട്. ഞാനത് കറക്റ്റ് ആയിട്ട് എണ്ണീറ്റൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി അത് ഹൊറിസോണ്ടലി വെച്ചിട്ട് 4 പാർട്സ് ആക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്ന എനിക്കറിയില്ല, എന്നാലും കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. എനിക്കതാണ് കുറച്ചുകൂടി സിമ്പിൾ. പിന്നെ ഈ സൈസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ച് ലോങ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന്. അതായത് ഡെയിലി എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതേപോലുള്ള നോട്ട് പാഡ് ഓൾമോസ്റ്റ് എല്ലാവരെയും കയ്യിലുണ്ടാവും. ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലേനും ഫസ്റ്റ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേനും. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ടെന്ന്. പിന്നെ എന്നാലും എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സപ്ലൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കല്ലേ, അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാന്ന്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയി പോയത്. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് എന്നുള്ള രീതിക്ക് ഞാൻ അതിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, കാരണം അതാണ് ഏറ്റവും സിമ്പിൾ ആൻഡ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രം ഒട്ടിക്കാം. ഞാനിപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്മേൽ ഇങ്ങനെ നോട്ട് പാഡ് എന്നൊക്കെ എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. ഇനി ഇതൊരു നോട്ട് പാഡ് ആക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ സ്റ്റാപ്ലർ അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ബട്ട് ഞാൻ അതൊന്നല്ല ചെയ്തത്. ഞാൻ ഇതേപോലെ എൻ്റെ ഒരു പഞ്ചർ ഉണ്ടായിരുന്നു, അതായത് ഹോൾസ് ഒക്കെ പഞ്ച് ചെയ്യുന്ന സാധനമില്ല. ഇത് നിങ്ങൾക്ക് കറക്റ്റ് പറയാനൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ പഞ്ച് ചെയ്യുന്ന സാധനമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറയല്. എനിവേ അത് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കും. മൊത്തത്തിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അത് മൊത്തത്തിൽ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ട്വൈൻ ഉണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ത്രെഡ് യൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോസ് എല്ലാം ഇത്ര സ്പീഡിൽ ചെയ്യലില്ല. എല്ലാം ഇങ്ങനെ നോർമലി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യല്. പക്ഷേ ശരിക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഒറ്റ ദിവസമാണ്. May 30, അതായത് ഇന്ന് തന്നെ എനിക്കിത് അപ്ലോഡ് ചെയ്യും വേണം. ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യണേ കുറേ സമയം വേണം. പക്ഷേ എനിക്കാണെങ്കിൽ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്തേ പറ്റൂ, കാരണം മറ്റന്നാൾ സ്കൂൾ വർക്കാണല്ലോ. അപ്പോൾ കുറച്ച് സമയം എഡിറ്റ് ചെയ്യാൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സോ അപ്പോൾ എന്തായാലും ഇതാണ് ഈ നോട്ട് പാഡിന്റെ ഫൈനൽ ലുക്ക്. അടുത്തത് ഞാനൊരു ഫയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ ബ്രൗൺ പേപ്പർ വെച്ചിട്ടുള്ള ഫയൽസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ബ്രൗൺ പേപ്പർ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഫയൽസ് ശരിക്കും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉണ്ടാക്കി വെക്കാം. സോ ഫസ്റ്റ് തന്നെ ഇതൊരു ചാർട്ടിന്റെ അത്ര വലുപ്പമുള്ള ഒരു ബ്രൗൺ പേപ്പറാണ്. അതിൻ്റെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, എന്നിട്ട് അത് ഹാഫ് ആക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ 23 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, പിന്നെ ഒരു 23 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, പിന്നെ ബാക്കി ഒരു 10 സെന്റിമീറ്റർ ഉണ്ടാവും. എന്നിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ നല്ലോണം ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സാധനം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഈ ഫ്രെയിമിൽ കൊള്ളിക്കാൻ കുറച്ച് പണിയാണ്. പിന്നെ ടേബിൾ മേൽ കുറേ വേറെ സാധനങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ അങ്ങനെ മടിക്കിയതിന് ശേഷം അതിൻ്റെ ഈ 2 സൈഡ്സിലായിട്ട് 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നീളത്തിൽ വരയ്ക്കുക. 2 ഭാഗം വരച്ചതിന് ശേഷം ഇനി നമ്മൾ ഇത് 3 പാർട്ടാക്കിയാണല്ലോ ഈ ഒരു പേപ്പർ മടക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 10 സെന്റിമീറ്ററുള്ള ഈ ഒരു ഭാഗം, അതിൻ്റെ അടിയത്തെ 23 സെന്റിമീറ്ററുള്ള ഒരു ഭാഗത്തുള്ള ഈ ഒരു സാധനം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സാധനം ബ്ലാക്ക് ചാർട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ ബ്ലാക്ക് ചാർട്ടിനെക്കാട്ടി കുറച്ചുകൂടി കട്ടിയുള്ളത് ഇതായതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതുണ്ട്, ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും ഇതിൽ കാണില്ല, അതാണ് ഞാൻ പറഞ്ഞത് ഫ്രെയിം കൊള്ളിക്കാൻ പണിയെന്ന്. പിന്നെ ആ നടുവിലുള്ള ഈ 2 പോർഷൻസ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാനാണ്. മടക്കിയതിന് ശേഷം അതിൻ്റെ ഈ 4 സൈഡ്സിലും ഇതേപോലെ ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ 23 സെന്റിമീറ്റർ ഉള്ള ഒരു ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 2 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി ആ 2 കോർണറും ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2 സൈഡ്സും ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഓപ്പൺ ചെയ്യുന്ന ഒരു ഭാഗമില്ലേ, അതിൻ്റെ സൈഡ്സിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവിൽ കട്ട് ചെയ്ത് കൊടുക്കുക.
ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രസത്തിന് ഒരു സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ സാധാരണ എല്ലാ ഇതിലും കാണുന്ന പോലെ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. രണ്ട് സൈഡ്സിലും ഇതേപോലെ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങനെ ഇതിന്റെ നടുവിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക. അത് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ അതിന്റെ എഡ്ജസ് ജസ്റ്റ് ഒന്ന് കർവ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഒരു രസത്തിന് ഞാൻ ജസ്റ്റ് ഒരൊറ്റ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബോണിൻ്റെ ഒരു ഇങ്ങനെ ബ്രൗൺ കളറുള്ള സാധനം. സോ അങ്ങനെ ഇതാണ് ഈ ഒരു ഫയലിൻ്റെ ഫൈനൽ ലുക്ക്. A4 പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊള്ളും. അതായത് നോർമൽ നമ്മൾ വാങ്ങുന്ന ഒരു ഫയലിൻ്റെ സൈസ് തന്നെയാണ്. ഇതിങ്ങനെ തുറക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് പ്രിന്റ് എടുത്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതേപോലെ ഒരു മന്ത്ലി ഹാബിറ്റ് ട്രാക്കർ. നിങ്ങൾ കുറെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറെ ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്ത് ഇതിലിങ്ങനെ ഹാബിറ്റ്സ് ചെയ്താൽ പിന്നെ ഇതിൽ 31 ഡേയ്സ് ഉണ്ട്. പിന്നെ മന്ത് എഴുതി കൊടുക്കാം. അതേപോലെ അടിയിലൊരു ഗ്രാഫ് ഉണ്ട്. അതായത് നമ്മൾ ചെയ്തതിന് ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ഗ്രാഫ് പോലെ ചെയ്യാം. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. അടുത്തത് ടൈം ടേബിൾ ആണ്. സാധാരണ കുറേ ആൾക്കാർ ഇങ്ങനെ ടൈം ടേബിൾ വരയ്ക്കലാണ്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര മടി. അപ്പം ഞാൻ ചാച്ചിപ്പിടിനോട് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു സാധനം സെറ്റ് 5 ഡേയ്സും അതേപോലെ 7 പീരീഡും ഒക്കെ കറക്റ്റായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചു. പിന്നെ ഞാൻ ഒരു വീക്ക്ലി പ്ലാനർ ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ശരിക്കും ലാമിനേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു OHP ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നാലേ നമുക്കിത് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഞാൻ ശരിക്കും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്തത്. ആവശ്യമില്ലാത്തൊന്നും ഞാൻ ചെയ്തില്ല. ചിലതൊക്കെ ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യലാണല്ലോ. പക്ഷേ ഇത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. അടുത്തത് ഒരു ടു ഡു ലിസ്റ്റിന്റെ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതേപോലെ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ PDFs ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ സാധനം പ്രിന്റ് എടുക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി അതല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ അടിപൊളി മോഡൽസ് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ആക്കിയിട്ട് പ്രിന്റ് എടുക്കുകയും ചെയ്യാം. സ്റ്റിക്കി നോട്ട് പോലെ ചെയ്യാനാണ് വിചാരിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് നല്ലോണം ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കൂടി ചെയ്യണം. ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ബുക്സിൻ്റെ അടിയിലൊക്കെ വെക്കാം. അതായത് ഇങ്ങനെ ഉള്ളിലല്ല, അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അടുത്തത് കുറച്ച് ബുക്ക് മാർക്സ് ഉണ്ടാക്കി കാണിച്ചാൽ വീഡിയോ കുറച്ച് ഇങ്ങനെ സ്റ്റെക്കായ പോലെ നിങ്ങൾക്ക് തോന്നാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഞാൻ എടുത്തത് ടൈം ലാപ്സിലേക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇനിയിപ്പം ഇതിങ്ങനെ സ്ലോ ആക്കി ചെയ്തതാണ്. പേപ്പർ ക്ലിപ്പ് വെച്ചിട്ടുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുക്ക് മാർക്സ് ആണ് ഞാനിതിൽ കാണിക്കുന്നത്. ഈ പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രീതിക്കുള്ള കുഞ്ഞു പേപ്പർ കട്ട് ചെയ്യണം. പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഗ്ലൂ ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ യൂസ് ചെയ്തില്ല. അപ്പം നിങ്ങൾ അല്ലാത്ത പേപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഫസ്റ്റ് വൺ. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അധികം ആൾക്കാരും വലിയ വലിയ സാധനങ്ങളൊന്നും പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഈ സാധനം തന്നെയാണ്. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാക്കി മാറ്റണം. ഇത് ഭയങ്കര സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവമൊക്കെ സിമ്പിളാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തെറ്റിപ്പോകും. ഇതിങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഉള്ളിക്കാക്കിയിട്ട് വേണം മെല്ലെ മെല്ലെ ബെൻഡ് ചെയ്ത് കൊടുക്കാൻ. വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മതി. ബുക്ക് മാർക്ക് കൂടി കാണിച്ചു തരാം. നേരത്തെ ഫയൽ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേനും ഒരു ഡബിൾ സൈഡ് ടാപ്പ്, അതാണിത്. അത് ഇതിന്മേൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്താലും മതി. ഇതിന്റെ മുകളിൽ ഞാൻ ഇതേ
ഇതേപോലെ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്താണ്, നിങ്ങൾക്ക് വരച്ചിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുഞ്ഞു കുഞ്ഞു അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വരച്ചിട്ട് ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിതിൽ മാക്സിമം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാൻ നോക്കിയത്. സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടതിന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.